മലയാളി എന്തായാലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം ഏതാണെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് എന്തായാലും പറയാൻ പോകുന്ന ഒരു ഉത്തരം 100 സിംഹാസനങ്ങൾ റിട്ടൺ ബൈ ജയമോഹൻ എന്നായിരിക്കും. സോ ഈ ബുക്കാണ് 25 ബുക്സ് ഇൻ 2025 സീരീസിന്റെ നമ്മുടെ 6th ബുക്ക്. നോക്ക്, ഇപ്പോൾ പോലും നിങ്ങൾക്ക് ഒരു ചെയർ നന്നായി ഇരിക്കുവാനായില്ല. നിങ്ങളുടെ പഠിത്തം, അറിവ്, പദവി ഒന്നുകൊണ്ടും ഒരു ഫലവുമില്ല. ഒരാളോടും ഉത്തരവിടാൻ പറ്റില്ല. ഒരാളെയും ശാസിക്കാൻ നാക്ക് പൊങ്ങില്ല. എല്ലാവരും എപ്പോഴും സ്വന്തം മുതുകിന് പിന്നിൽ എന്തോ പറഞ്ഞു ചിരിക്കുകയാണെന്ന വിചാരം. ഒരു സിംഹാസനത്തിൽ ഇരിക്കാൻ മാത്രം നമ്മൾ എത്ര പഠിച്ചാലും എത്രത്തോളം പദവിയിൽ എത്തിയാലും ആ സിംഹാസനത്തിൽ ഇരിക്കാൻ നമ്മൾ അർഹരല്ല എന്ന് നമ്മളൊരു സമൂഹം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നാലോ? നമ്മൾ എന്നൊരു വ്യക്തിക്കോ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പദവിക്കോ ഉപരി നമ്മുടെ ജാതി മാത്രമാണ് ഒരാൾ കാണുന്നതെന്നുണ്ടെങ്കിലോ എന്ത് ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കും അല്ലെ ആ ജീവിതം. ഇതൊരിക്കലും ഒരു കെട്ടുകഥയല്ല. നമ്മളുടെ ചുറ്റുള്ള ഓരോ മനുഷ്യന്മാരും അണ്ടർഗോ ചെയ്യുന്ന ജീവിതമാണ്. നമ്മൾ ഈ അടുത്ത് വായിച്ചല്ലോ, ഒരു ഡോക്ടറേറ്റ് വിദ്യാർത്ഥി ആയിരുന്നിട്ട് കൂടി ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വന്ന ജാതി അധിക്ഷേപങ്ങളെ പറ്റിയിട്ട്. ചിലപ്പോൾ നമുക്ക് ചുറ്റുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെടുന്നവരിൽ നിന്നോ ഇങ്ങനെ ജാതി അധിക്ഷേപമോ അല്ലെങ്കിൽ ജാതി വേർതിരിവോ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ അത് കണ്ടിട്ടുണ്ടാവില്ല എന്ന് കരുതി ഈ ജാതിയോ ജാതി വേർതിരിവോ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ പ്രിവിലേജ് കൊണ്ട് മാത്രമാണ്. ഈ ബുക്ക് ഞാൻ ഒരുപാട് ചെറുപ്പത്തിൽ വായിച്ചതാണ്, എൻ്റെ ഒരു കസിന്റെ ബുക്ക് കളക്ഷൻ. പക്ഷെ അന്ന് മുതൽ ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു ബുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കണം എന്നുള്ളത്. പിന്നെ ഈ അടുത്തുള്ള ന്യൂസ് ഒക്കെ കണ്ടപ്പോൾ എന്തായാലും ഈ ബുക്ക് ഒന്നും കൂടി വായിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. നമുക്കറിയാത്ത ജീവിതങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് അറിവില്ലായ്മ ആയി മാത്രം നിലനിൽക്കുന്നത് നമ്മളുടെ മാത്രം തെറ്റാണ്. സോ ഈ ബുക്ക് നിങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് നിങ്ങൾ പറയണം. അടുത്ത ബുക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബൈ ബൈ.